അമ്മേ, ഗാഥ പുറത്തു പോകുമ്പോ അമ്മയോട് പറഞ്ഞിരുന്നോ? എന്നോട് പറഞ്ഞിരുന്നു. ആ കുട്ടിക്ക് ചിലപ്പോ വേറെന്തെങ്കിലും ആവശ്യം കൂടി ഉണ്ടായിട്ടുണ്ടാവും. ആഹാ, അതെപ്പോഴാ അമ്മേ ഗാഥ അമ്മയോട് പറഞ്ഞത്? അതൊന്ന് കേക്കട്ടെ. എങ്ങോട്ട് പോന്നെന്നാ പറഞ്ഞത്? ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാട്ടെ. മുത്തശ്ശി, അമ്മായി ചോദിച്ചത് കാര്യോ? എവിടേക്ക് പോകുന്ന ഗാഥ പറഞ്ഞു? ആ ദേ, അമ്മയ്ക്ക് മറുപടി ഒന്നും ഉണ്ടാവില്ല നവീനെ. പെട്ട് നിക്കല്ലേ പാവം. അല്ല, എന്റെ ഒരു സംശയം എന്താണെന്നറിയോ? ഇവിടെ നടക്കുന്ന കള്ളക്കളികൾ മുഴുവൻ അമ്മയ്ക്കും കൂടെ അറിയാവുന്നെന്നാ. അല്ലാതെ ഇങ്ങനെ ഉണ്ടാവൂ? എടാ മാണിക്കുഞ്ഞ്, നീ ഗാഥയെ കണ്ടു എന്ന് പറഞ്ഞത് സത്യം തന്നെയല്ലേ? ആ ദേ, നീ അത് അമ്മയുടെ മുന്നിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറ. ഞാൻ ഗാഥമാടത്തെ കണ്ടു എന്നുള്ളത് സത്യം തന്നെയാ. ഗാഥമാടം മോളിക്കുട്ടിയുടെ ഓട്ടോയിലുണ്ടായിരുന്നു. അയ്യോ, നിനക്ക് മോളിക്കുട്ടി എന്ന് പറഞ്ഞോളെ കൂടി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നോടായിരുന്നോ? ഇന്നത്തോടെ രണ്ട് പാത്രത്തിലാക്കിക്കൂടായിരുന്നു നമുക്ക്. മണിക്കുഞ്ഞ്, ഇതങ്ങനെ വിട്ടാ ശരിയാവില്ല. ഗാഥ എവിടെയെന്നുള്ളതിന് ഉത്തരം പറയണത് സിത്താര മേഡമാ. നവീനെ, ഇപ്പൊ നീ സിത്താരയുടെ അടുത്തേക്ക് പോണ്ട. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം? അവരന്വേഷിച്ചു വന്നു കഴിഞ്ഞാലും അവരുടെ പുറകെ എത്തുന്നത് സിത്താര മേഡം തന്നെയല്ലേ മുത്തശ്ശി? അതുകൊണ്ട് അവരെ തന്നെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. എനിക്കിതിന്റെ വാസ്തവം അറിഞ്ഞേ പറ്റൂ. ഗാഥയെക്കുറിച്ച് സിത്താര മേഡത്തിന് മറുപടി ഇല്ലെങ്കിൽ എന്റെ ജീവിതത്തില് ഇന്നെനിക്ക് ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. ദീപം 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 ദീപം. താനപ്പോഴെ തിരിച്ചു വന്നേ. അല്ല, ഇതിപ്പോ എവിടുന്ന് പൊട്ടിമുളച്ചു? ഇതിനകത്ത് ഇപ്പൊ കയറി? ഞാനിവിടെ ഉമ്മറത്ത് നിന്നിരുന്നാണല്ലോ. എല്ലാം പറയാം. ആദ്യം എല്ലാവരും വിളക്കിനെ നമസ്കരിക്കും.